ഇസ്രായേലിനെതിരെ മാരക യുദ്ധത്തിന് യമൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹൈപ്പർസോണിക് മിസൈൽ അടക്കമുള്ള സംവിധാനങ്ങൾ യമൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ ഗസയുടെ മേലെ ഇസ്രായേലിൻ്റെ സർവാധിപത്യം ഇപ്പോഴും തുടരുന്നു. വെടിനിർത്തൽ കരാർ തുടർച്ചയായ രീതിയിൽ അവർ ലംഘിക്കുന്നു. ആക്രമ പരമ്പരകൾ തന്നെ അവർ സൃഷ്ടിക്കുന്നു. അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്രമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് കരാർ വ്യവസ്ഥ പറഞ്ഞത് അവർ അംഗീകരിക്കുന്നില്ല. ഈജിപ്തുമായി ബന്ധപ്പെടുന്ന കരാർ ഈ റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല. അങ്ങനെ പോകുന്നു ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയം. ഗസയുടെ വിഷയം എവിടെയാണ് തീർന്നത് എന്നാണ് യമൻ ചോദിക്കുന്നത്. 23 രാജ്യങ്ങൾ കരാർ വ്യവസ്ഥയൊക്കെ ആയിട്ട് ഒപ്പിട്ട് അവർ പിരിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരുപാട് നിയമങ്ങളും ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു നിബന്ധന പോലും കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പാലിച്ചിട്ടില്ല. ഈ 23 രാജ്യത്തിനും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ക്ലസ്റ്റർ ബോംബിൻ്റെ പരീക്ഷണം ഏറ്റവും ഒടുവിൽ യമൻ ഇസ്രായേലിന് നേരെ നടത്തിയിരുന്നു. അത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ വിടുന്ന സമയത്ത് ഒരു ബോംബായിരിക്കും, പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഡസൻ കണക്കിലുണ്ടാവും. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അയൺ ഡോം പോലെയുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും സാധിക്കുകയില്ല എന്ന് യമൻ ഇസ്രായേലിന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈപ്പർസോണിക് മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ടാഡ് സംവിധാനത്തിന് പോലും സാധിച്ചിട്ടില്ല. വളരെ കൃത്യതയോടുകൂടി അത് ഇസ്രായേൽ വീണ് പൊട്ടിയിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉയരാൻ പറ്റാത്ത രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കിക്കൊണ്ട് മാത്രമേ യുദ്ധവിരാമം ഉണ്ടാവൂ എന്നുള്ളതാണ് യമനിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യം, ഇറാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പറയുമ്പോൾ ഇറാൻ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ പരീക്ഷിച്ച് വിജയിച്ചു. ഇത് ഇറാൻ പുറത്തുവിട്ടതല്ല. ഈ സാറ്റലൈറ്റ് ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ചാനലുകളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പോൾ ആ മേഖലയിൽ ഒരു യുദ്ധ സംവിധാന കാര്യങ്ങൾ നടക്കുന്നു. ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഷിയ മലീഷ്യകളോട് സജീവമാകാൻ വേണ്ടിയിട്ടും അവരുടെ സായുധ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കി കൂട്ടാനും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വിവരം വന്നതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അഥവാ ഇസ്രായേലിൻ്റെ ചുറ്റുഭാഗമുള്ള മുസ്ലിം രാജ്യങ്ങളെ ഷിയ മിലീഷ്യകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് വലിയ രീതിയിൽ ആയുധ സംവിധാനങ്ങൾ നൽകിക്കൊണ്ട് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അടിച്ച് ഇരുത്തണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിനെതിരെ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ലോകത്തോട് തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നു. എത്ര വലിയ മാരകമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യമാണെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. ഞങ്ങൾക്ക് ഒതുക്കിയാൽ ഒതുങ്ങാവുന്ന അത്ര മാത്രമേ ശക്തി നിലവിൽ ഇസ്രായേലിനുള്ളൂ എന്ന് ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ലെബനാനാണ് ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞത്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ലെബനാൻ്റെ കൈവശത്ത് നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടി നിരന്തരം ലെബനാൻ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ പരിസമാപ്തി എന്ന പോലെ ഏകദേശം 65 മുതൽ 75% ഭൂപ്രദേശവും ലെബനാനിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്താൽ അവർ പരാജയപ്പെടും. അവരെ യുദ്ധം ചെയ്താൽ മാത്രമേ പരാജയപ്പെടുത്താൻ സാധിക്കൂ. കരാർ വ്യവസ്ഥ കൊണ്ടോ, ഏതെങ്കിലും ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ടോ, അതല്ലെങ്കിൽ UN സഭയോ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളോ പറഞ്ഞതുകൊണ്ട് ഇസ്രായേൽ അംഗീകരിക്കുകയോ അതവരനുസരിക്കുകയോ ചെയ്യില്ല. അവരനുസരിക്കണം എന്ത് ചെയ്യണം? അവർക്കെതിരെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ലെബനാൻ ചെയ്തത്. ലെബനാൻ വിജയിച്ചു എന്ന് കണ്ട സമയത്ത് പിന്നീട് അത് ഇറാൻ്റെ നേരെ യുദ്ധം നടത്തിയ സമയത്ത് നമ്മളത് കണ്ടതാണ്. ഇറാൻ തിരിച്ചടിച്ചപ്പോൾ 2000 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഈ ഇറാൻ തൊടുത്ത് വിട്ടിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ട് തകർന്നു വീണു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന സംഭവമൊന്നുമല്ല. അതിനുശേഷമാണ് ഇസ്രായേൽ യുദ്ധവിരാമത്തിന് വേണ്ടി ഇടപെടണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെയാണ്: ഇറാൻ അതിൻ്റേതായിരിക്കുന്ന ശക്തി പ്രയോഗിക്കുകയും ലോകാടിസ്ഥാനത്തിൽ ഇറാൻ ഇത്ര വലിയ ശക്തിയാണെന്ന് തെളിയിക്കാനുള്ള അവസരം ഇസ്രായേൽ ഒരുക്കി കൊടുത്തിരിക്കുന്നു. ഇത് അമേരിക്കക്ക് പോലും ഭയമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അമേരിക്ക ആക്രമിച്ച് ഈ ചരിത്രത്തിൽ ഒരു 60 അല്ലെങ്കിൽ 70 വർഷം, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം തന്നെ പറയുന്നുണ്ട്, അതിനുശേഷം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അമേരിക്കക്ക് നേരെ മുഖാമുഖം
ഒരു മുട്ടിയ ഒരു അറബ് രാജ്യം അല്ല ഒരു മുസ്ലിം രാജ്യം ഇല്ല എന്നാണ് ഇറാൻ ഒഴികെ. വലിയ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇറാഖും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ വല്ലാതൊന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ഇറാഖിലെ സദ്ദാം ഹുസൈൻ്റെ സൈനിക പടക്ക്. വല്ലപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായി എന്നല്ലാതെ. നേരെ മറിച്ച് ഇറാൻ അങ്ങനെയല്ല. ഇറാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ചരിത്രത്തിൽ ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഞങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ വേണ്ടി ധൈര്യം കാണിക്കുന്ന ഒരു മുസ്ലിം രാജ്യം ലോകത്തുണ്ട് എന്ന് അമേരിക്ക സമ്മതിക്കേണ്ടി വന്നു ഈ ആക്രമണത്തോടനുബന്ധിച്ച്. ഇസ്രായേലിനും ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇറാൻ ആക്രമിച്ചാൽ അത്ര എളുപ്പത്തിൽ ഇത് അവസാനിക്കില്ല എന്ന തരത്തിൽ. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഗസയുടെ വിഷയം, ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ ഉണ്ട്, ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടുത്തെ എല്ലാ വിഷയങ്ങളും തീർന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രശ്ന പരിഹാരത്തിന് ഒരൊറ്റ പോവയും മാത്രമേ ഉള്ളൂ, ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുക എന്നുള്ളത്. അതിന് ഷിയാ മിലിഷ വിഭാഗം സംഘടിച്ചുകൊണ്ട് ഏകോപനത്തോടു കൂടി ഒരേ സമയത്ത് വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ നിന്നുള്ളൊരു ആക്രമണം അനിവാര്യമാണ്. അതിന് ലെബനാനും യമനും ഇറാഖും ബഹ്റൈനും ഒരു പക്ഷേ ഇറാനും ഇടപെടുന്ന ഒരു ആക്രമണമായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇപ്പോഴത്തെ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ശത്രുപക്ഷത്തിൻ്റെ ആയുധങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല, നശിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബങ്കറുകൾക്കടിയിൽ, അത് 50 മീറ്റർ താഴ്ചയുള്ള ബങ്കറുകൾ പോലും ഗസക്കകത്തുണ്ട് എന്നാണ് നിരീക്ഷണം. അതിൻ്റെ അടിയിൽ വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഇത് വെക്കുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ആണവ കേന്ദ്രം ആക്രമിച്ച അമേരിക്കക്ക് നിരാശയായിരുന്നു ഫലം. അപ്പോൾ ബങ്കർ ബസ്റ്റർ എന്ന് വെച്ചാൽ ഭൂമി തുരന്നുകൊണ്ട് ഒരു 10-15 മീറ്ററോളം താഴ്ചയിൽ പോയിട്ട് സ്ഫോടനം നടത്താൻ മാത്രം ശക്തിയുള്ളതാണ് ബങ്കർ ബസ്റ്റർ. അത് 2 പ്രാവശ്യം ഈ യുദ്ധത്തോടനുബന്ധിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അമേരിക്ക ഇറാനെതിരെ പ്രയോഗിച്ചു, അത് ആണവായുധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്. അതിനു മുൻപ് പ്രയോഗിച്ചത് ഇസ്രായേലാണ് ലെബനാനെതിരെ. ലെബനാൻ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഈ സമ്മേളനവുമായിട്ട് മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിൽ അവരത് പ്രയോഗിച്ചു എന്ന് മാത്രമല്ല വലിയ നാശങ്ങളുണ്ടായി. അവിടെ വെച്ചാണ് ഹിസ്ബുള്ളയുടെ തലവനായിരിക്കുന്ന ഹസൻ നസ്രുള്ള അടക്കം 20ഓളം സൈനിക കമാൻഡറും ബന്ധപ്പെട്ട നേതാക്കന്മാരും കൊല്ലപ്പെട്ടു. അപ്പോൾ അവിടെ ഉപയോഗിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബാണ്. അമേരിക്ക ഉപയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബാണ്. ഇതിന് രണ്ടിനെയും അതിജീവിക്കാൻ ലെബനാനിൽ പരമാവധി നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇറാൻ അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു. തങ്ങളുടെ ഈ ആണവ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയ്ക്ക് മേലെ തങ്ങൾ കെട്ടിയുയർത്തിയിരിക്കുന്ന ബിൽഡിങ്ങുകൾ, അതായത് സിമൻറ്റ് സ്തൂപങ്ങൾ തകർക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചു എന്നല്ലാതെ തങ്ങളുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയ്ക്ക് യാതൊരു കേടുപാടുകളും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല, സുരക്ഷിതമാണ്. കാര്യം ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളതും എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിർമ്മിതി തന്നെ തുടങ്ങിയത്. അതിനപ്പുറം മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് എത്രത്തോളം അമേരിക്കയുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രയോഗിച്ചത്, അവരുടെ കയ്യിൽ ബങ്കർ ബസ്റ്റർ ബോംബ് ഇല്ല, യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ട് ലെബനാനെതിരെ അവർ പ്രയോഗിച്ചതാണ്. അത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ലെബനാൻ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഞങ്ങളത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്കത് വിജയിക്കാൻ വേണ്ടി സാധിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഞങ്ങളതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ യമനെ സംബന്ധിച്ചിടത്തോളം യമൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഞങ്ങൾ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മേഖലകളിൽ മിലീഷ്യകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇനൊരാക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ശക്തമായ രീതിയിൽ തകർക്കുന്ന രീതിയിലുള്ള സംവിധാനം തന്നെയാണ് ഞങ്ങൾ ഒരുക്കി കൂട്ടി വെക്കുന്നത്. അതിൻ്റെ ഏറെക്കുറെ അവസാന ഘട്ടത്തിലാണ് എന്നുകൂടി യമൻ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മേഖലയിൽ നമ്മൾ വിചാരിക്കുന്ന ശാന്തതയൊന്നും യഥാർത്ഥത്തിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കിടയിൽ ഇല്ല. അവരെല്ലാവരും യുദ്ധ സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നു. മരണം ഞങ്ങൾക്ക് വിഷയമല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്നുള്ളൊരു സൂചന തന്നെയാണ് നൽകുന്നത്. അതിനുവേണ്ടി സർവ്വ രീതിയിലുള്ള ആയുധങ്ങളുടെ ഈ കലവറ തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ സംവിധാനത്തിലാണ്. വലിയ രീതിയിലുള്ള പിന്തുണ ഇറാന്, റഷ്യയും ചൈനയും നൽകുന്നു എന്നുള്ളത് വലിയ ആശ്വാസം ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് യമൻ്റെ പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തതും ഇതിനിടയിൽ വലിയ വിവാദമായിരിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, തീർച്ചയായിട്ടും
മാരകമായിരിക്കുന്ന ഒരു യുദ്ധം ഇസ്രായേൽ നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിരീക്ഷിക്കുകയാണ്, പരിശോധിക്കുകയാണ്, പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നോക്കി നിൽക്കുകയാണ്. അതിനനുസരിച്ച് നീക്കുപോക്കുകൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇറാൻ്റെ പിന്തുണയുണ്ട്, മറ്റ് ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. യമനായിരിക്കും അതിന് നേതൃത്വം നൽകുക എന്നുകൂടിയാണ് നമ്മൾക്ക് ഈ വിഷയം പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്തുണയായിരിക്കും മറ്റ് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഷിയ മിലിഷ വിഭാഗങ്ങൾ ചെയ്യുന്നത് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.